യേശു അവളോട് സംസാരിക്കുന്നു. സംഭാഷണം യേശു തുടങ്ങുന്നു. യേശു സോഷ്യൽ നോംസിനെ ബ്രേക്ക് ചെയ്യുന്നു. സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മകളെ, സ്ത്രീകളോടുള്ള സമീപനത്തെ, ശമരിയാക്കാരോടുള്ള സമീപനത്തെ യേശു ബ്രേക്ക് ചെയ്യുന്നു. He started the conversation and he initiated the conversation. നമ്മൾ കൈ ഉയർത്തി ആരാധിക്കുന്ന, നമ്മൾ ഉള്ളു തുറന്ന് സ്തുതിക്കുന്ന നമ്മുടെ അരുമനാഥനാണ് ഇത്തരം ആളുകളോട് സംസാരിച്ച് തുടങ്ങാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തതെങ്കിൽ നമുക്കും അതിന് കഴിയണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പബ്ലിക്കായി ഒരു സ്ത്രീയോട് സംസാരിക്കാൻ യേശുവിന് യാതൊരു മടിയും തോന്നിയില്ല. ഒരു ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കാൻ യേശുവിന് ഒട്ടുമേ മടി തോന്നിയില്ല. അവിടെ റിലീജിയസ് ഡിഫറൻസസ് ഉണ്ട്, മതപരമായ പ്രശ്നങ്ങളുണ്ട്, സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്. ഇവർ ഇസ്രായേലിയരായിരുന്നു, ഇവര് മറ്റ് ജാതികളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവരോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിലപാട് ഇസ്രായേൽ മക്കളുടെ ഉള്ളിലുണ്ടായിരുന്നു. യേശു പറഞ്ഞത്, ഞാൻ അവളോട് സംസാരിക്കും, എന്നെ ആരും തടയണ്ട, ഞാൻ അവളോട് സംസാരിക്കും എന്നുള്ള കൃത്യമായ സൂചനയാണ് യേശു ഇവിടെ നൽകുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഗുണപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു, അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങളുടെ ശ്രോതാക്കൾക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആ വീഡിയോയിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടം, എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തികച്ചും വ്യത്യസ്തമായ, എന്നാൽ നാം ഏവരും ചിന്തിക്കേണ്ടുന്ന മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വിശ്വാസികളെന്നാണ് നമ്മളെ വിളിക്കുന്നത്, ബന്ധക്കോസ്തുകാരെന്ന് വിളിക്കാറുണ്ട്, സഹോദരൻ സഹോദരി എന്ന് നമ്മളെ പരസ്പരം നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. വേർപെട്ടവരെന്ന് പറയാറുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവരെന്ന് പറയാറുണ്ട്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള ആളുകൾ എന്ന രീതിയിൽ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു ബന്ധക്കോസ്ത് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിന് നമ്മൾ അങ്ങനെ ഒത്തിരി പേരുകൾ പറയാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം ഈ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യമാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ പരിചയപ്പെട്ടവരാണ്, നമുക്ക് ക്രിസ്തുവിനെ അറിയാം. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ പരിചയം പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ, ആ ഒരു പരിചയത്തെ നമ്മൾ തരം താഴ്ത്താറുണ്ട്. ഗാന്ധിജി വന്നപ്പം എൻ്റെ വല്യപ്പൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അംബേദ്കർ കേരളത്തിൽ വന്നപ്പം ഞങ്ങളൊക്കെ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയെ എൻ്റെ വല്യപ്പൻ കണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ കുറേ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും പോലും പ്രാധാന്യം നമ്മൾ യേശുവുമായിട്ടുള്ള നമ്മുടെ പരിചയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത്രയും പോലും പ്രാധാന്യം നമ്മൾ പലപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. അതിനെ നമ്മൾ സാധാരണീകരിക്കുകയാണ്. അതായത് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് കല്യാണം ഉറപ്പ് നടത്തുന്നത് പോലെ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കുഞ്ഞു ചടങ്ങായിട്ട് നമ്മൾ അതിനെ പരിമിതപ്പെടുത്തുകയാണ്. മോനെ, നമ്മുടെ ഷിബുവിൻ്റെ മക്കളൊക്കെ മാനസാന്തരപ്പെട്ടു കേട്ടോ. ഷിബുവിൻ്റെ മുന്നിൽ കൂടെ എനിക്ക് തലപൊക്കി നടക്കാൻ പറ്റത്തില്ല. ഷിബുവിൻ്റെ ഭാര്യ, ഷിബുവിൻ്റെ അവിടുത്തെ ആൻറ്റി ഉണ്ടല്ലോ, നിങ്ങളെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിനി എങ്ങനെ ജീവിച്ചിരിക്കും? ഈ രീതിയിലാണ് പല പേരൻസും കുട്ടികളോട് മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം മാനസാന്തരപ്പെടണം, അപ്പം എന്തോ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും. എന്തോ നമ്മൾ പറയണ്ടേ? അത് ഞങ്ങൾക്കറിയത്തില്ല, പാസ്റ്റർ ക്ലാസ് എടുക്കും.
ഈ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എന്താണ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അവർ പറയും പാസ്റ്റർ ക്ലാസ് എടുക്കും. പാസ്റ്ററിനെ സംബന്ധിച്ച് പാസ്റ്റർ പറയും ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നോക്കൂ ഇത്ര ലളിതമായ വേറൊരു കാര്യമില്ല എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നു ഒട്ടുമിക്ക ഉപദേശിമാർ. പിന്നെ ഈ എക്സ്പ്രഷനിലും ശബ്ദത്തിലും ഒക്കെ ഇച്ചിരി ഗൗരവം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് അവതരിപ്പിച്ച് വരുമ്പം ഒരു കുഞ്ഞു കാര്യമായിട്ട് അവതരിപ്പിക്കുക അല്ലേ. ഈ താജ്മഹൽ കണ്ടവനും താജ്മഹലിൻ്റെ വീഡിയോ കണ്ടവനും തമ്മിൽ വ്യത്യാസമുണ്ട്. താജ്മഹൽ കണ്ടവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഒരു ഭയങ്കര ഫീലിംഗ് ആണ്, ആ ഒരു ഭയങ്കര സെൻസ് എന്താ അവൻ്റെ ഉള്ളിൽ അത് വർക്ക് ചെയ്യും. അയാൾക്ക് ഞാൻ പണ്ട് താജ്മഹൽ കണ്ടിട്ടുണ്ട്. താജ്മഹൽ കണ്ടു എന്ന് പറയാൻ വേണ്ടിയല്ല പറയുന്നത്, ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഈ താജ്മഹൽ കാണാൻ പോയപ്പോൾ നമ്മൾ ആദ്യം പോയത് താജ്മഹലിലാണ്. ആദ്യം പോയി നമ്മൾ ആഗ്രയിലൊരു കോട്ടയുണ്ട്, ആഗ്ര ഫോർട്ടിൽ പോയി. ആ ഫോർട്ടിൽ പോയപ്പം ഈ ഷാജഹാനെ ഏകദേശം 18 വർഷത്തോളം തടവിലാക്കിയ ഷാജഹാന്റെ മകൻ ഔറംഗസേബ് തടവിലാക്കിയിട്ട മുറി നമ്മളെ കാണിച്ചു. ആ മുറിക്കൊരു വാതിലുണ്ട്. ആ ഒരു വാതിൽ ഞാൻ അന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു വാതിലെന്ന് പറഞ്ഞാൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിലാണ്. എനിക്കതാ ഓർമ്മ വന്നത്. ഞാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലൊന്നും പോയിട്ടില്ല, എന്നാലും ഞാനത് കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഗൈഡ് നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഷാജഹാൻ മരിക്കുന്ന സമയം വരെ ഈ കഥകിലൂടെ താജ്മഹലിലേക്ക് നോക്കി കിടക്കുമായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ ഷാജഹാനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് അയാളുടെ സ്നേഹം കപടമായിരുന്നു, ഇത് വെറും കഥ മാത്രമായിരുന്നു, അയാളുടെ ഒത്തിരി ഭാര്യമാരിൽ ഒരാളായിരുന്നു മുംതാസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളോട് ഈ ഗൈഡൊക്കെ പറയുമ്പം ഗൈഡിനൊരു 10 രൂപ കിട്ടാൻ പാകത്തിന് കുറച്ചുകൂടെ കയ്യിൽ നിന്നിട്ട് പറയാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ നമ്മൾ താജ്മഹലിൽ വന്ന് താജ്മഹലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്നാൽ ഇത് ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ളൊരു അനുഭവമല്ല, എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഈ പാസ്റ്റർ പിള്ളേരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ നാളെ ഞായറാഴ്ച വിശുദ്ധ ദിവസമാണ്, തിങ്കൾ പോലെയൊന്നും അല്ല കേട്ടോ, തിങ്കളാഴ്ച പോലെയോ ബുധനാഴ്ച പോലെയോ വേറൊരു ദിവസം പോലെയല്ല, ഈ 7 ദിവസത്തിൽ ഏറ്റവും വിശുദ്ധമായ ദിവസമാണ് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച എന്തുകൊണ്ടും പറ്റിയ സമയമാണ്. സാക്ഷ്യത്തിന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ പറയണം, ഇന്നു മുതൽ ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. ഈ പയ്യന്മാരല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇത് പറയുമ്പോൾ ആക്ച്വലി അവർക്ക് യേശു ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല, എന്തിനാ ഇത് പറയുന്നതെന്ന് പോലും മനസ്സിലായിട്ടില്ല, ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇവർ പറയുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ പരിചയപ്പെട്ട യേശു ആരാണ് എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാരാണെന്നുള്ളത്. യേശുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്കുണ്ടാവും. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്ന് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതേ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം അല്ലെ ഈ ഒരു കാര്യം ഇന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബന്ധക്കോസ്തുകാരുടെ ഇടയിൽ മനുഷ്യത്വം എന്നൊരു സംഗതി ഇന്നില്ല. മനുഷ്യനെ കാണാനുള്ള മനസ്സില്ല. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ആ പള്ളിയിലെ കൂട്ടായ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ കാറിൽ വരുന്ന ആളുകളുണ്ട്, ബൈക്കിൽ വരുന്ന ആളുകളുണ്ട്, സൈക്കിളിൽ വരുന്ന ആളുകളുണ്ട്, നടന്നു വരുന്ന ആളുകളുണ്ട്. കാറിൽ വരുന്നവരുണ്ട്, ബൈക്കിൽ വരുന്നവരുണ്ട്, സൈക്കിളിൽ വരുന്നവരുണ്ട്, നടന്നു വരുന്നവരുണ്ട്. ഇവരെല്ലാം ഒരു സ്ഥലത്താണ് വരുന്നത്, ഒരാളെയാണ് ആരാധിക്കുന്നത്. ഇവരുടെ എല്ലാം കയ്യിൽ ബൈബിൾ എന്ന പുസ്തകമാണ് ഉള്ളത്. പക്ഷെങ്കിൽ യോഗം കഴിയുമ്പം
യോഗത്തിൽ ഇവർ ഒരുമിച്ചാണ് ഇരുന്നത്. യോഗം കഴിയുമ്പം 4 കൂട്ടായ്മയാണ്, 4 4 ഗ്രൂപ്പിനെ കാണും. കാറിൽ വന്നവരെല്ലാം കൂടെ ഒരുമിച്ചൊരു കൂട്ടായ്മ, ഈ ബൈക്കിൽ വന്നവരെല്ലാം കൂടെ ഒരുമിച്ചൊരു കൂട്ടായ്മ, സൈക്കിളിൽ വന്നവരെല്ലാം കൂടെ ഒരുമിച്ചൊരു കൂട്ടായ്മ, നടന്ന് വീട്ടിൽ പോകണമല്ലോ എന്നോർത്ത് ഈ നടന്നു വന്നവരെല്ലാം കൂടെ വേറൊരു കൂട്ടായ്മ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്തൃമേശം നടക്കുമ്പോൾ മാത്രം നമ്മൾ വൈകാരികമായി കേൾക്കുന്ന ചില പദങ്ങൾക്കനുസൃതമായി ഉണ്ടാവുന്ന ഒരു തോന്നലല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. 24/7 ആണ്. 24/7 ആണ്. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ഞാൻ വിശുദ്ധനുമല്ല പരിശുദ്ധനുമല്ല, അങ്ങനെ പറയാനുള്ള ശേഷി എനിക്കില്ല. പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പം എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ പ്രായമുള്ള ആളുകളെ കളിയാക്കുമായിരുന്നു. 50 വയസ്സുള്ള 60 വയസ്സുള്ള ഒരാളുടെ തെറ്റ് എനിക്ക് മനസ്സിലായാൽ ഞാൻ നിശിതമായ ആളുകളെ വിമർശിക്കുമായിരുന്നു. 25 വയസ്സുള്ള ഞാൻ 40 വയസ്സുള്ള ആളെ, 50 വയസ്സുള്ള ആളെ, 60 വയസ്സുള്ള ആളെ വിമർശിക്കാറുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന കുട്ടി പ്രസംഗകരോട് ഞാൻ പറയാനൊരു കാര്യം, 25 വയസ്സുള്ള നീ 40 വയസ്സുള്ള ആളെ വിമർശിക്കാൻ പാടില്ല. 40 വയസ്സിൽ നീ എത്തിയിട്ടില്ല. 50 വയസ്സുള്ള ഒരാളെ വിമർശിക്കാൻ പാടില്ല. 50 വയസ്സിൽ നീ എത്തിയിട്ടില്ല. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ഓരോ പ്രായത്തിലും നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ്. നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് എല്ലാം വ്യത്യസ്തമാണ്. അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ദൈവം നിന്നെ അടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേൾക്കാനും ഒക്കെ, ഭയങ്കര സുഖമാണ്. പക്ഷെ അങ്ങനെയല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ട യേശു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കണ്ട യേശുവിനെ ഇതുവരെ നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും മനുഷ്യന് വേണ്ടുന്ന യാതൊരു ഗുണഗണങ്ങളും നമ്മളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ എന്ത് മാനസാന്തരമാണ് ഉണ്ടായത്? പണ്ട് ഞാൻ ഒരു സെൻറ്ററിൻ്റെ ഭാഗമായൊരു സുവിശേഷകനായിരുന്ന സമയത്ത് ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ചായ കുടിക്കാൻ എഴുന്നേറ്റ് പോയി. ഇതേ ആൾ തന്നെ സാക്ഷ്യം പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. മിലിറ്ററിയിൽ വലിയ ജോലിയായിരുന്ന സ്ഥലത്താണ് ദൈവം എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പട്ടാളത്തിലെ ജോലിക്കാരനായിരുന്നു. പ്രിയമുള്ളവരെ, വൈബ്രേഷൻ എന്താ പറയുന്നത്, പ്രിയമുള്ളവരെ, ഞാൻ പട്ടാളത്തിലെ ജോലി വിട്ടിട്ടാണ് കർത്താവിൻ്റെ പട്ടാളത്തിൽ ചേർന്നത്. കർത്താവിൻ്റെ പട്ടാളത്തിൽ ചേർന്നിട്ട് ഇയാൾക്ക് വൈസ് പ്രസിഡന്റ് പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോയി. എന്ത് മാനസാന്തരമാണ് അദ്ദേഹത്തിനുണ്ടായത്? നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ യേശുവിനെ അറിയുക, യേശുവിനെ കാണാനുള്ള, യേശുവിനെ കേൾക്കാനുള്ള, യേശുവിനെ മനസ്സിലാക്കാൻ ഇത്തിരി സമയം നമ്മളൊന്ന് മാറ്റിവെക്കുക. നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ഒന്നുമല്ല യേശു. നിങ്ങൾക്ക് യേശുവിനെ കൃത്യമായി നിങ്ങൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ശമര്യക്കാരിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. ഈ ശമര്യക്കാരിയായ സ്ത്രീയെ യേശു കാണുന്നത് യാക്കോബിൻ്റെ കിണറിനരികെ വെച്ചാണ്. സുക്കാറിലെ, ശമര്യയിലെ ഒരു പട്ടണമാണ് സുക്കാർ. സുക്കാർ പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറിനരികെ വെച്ചാണ് യേശു ഈ സ്ത്രീയെ കാണുന്നത്. യേശു ഈ സ്ത്രീയെ കാണുമ്പോൾ സ്ത്രീയെക്കാളും പ്രാധാന്യമുണ്ട് ഈ കിണറിനെന്ന് മനസ്സിലാക്കണം. ഈ കിണർ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കിണറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൂർവ്വപിതാവായ യാക്കോബിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കിണറാണ്. പക്ഷെ ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കാൻ പോകും. 1969 കുക്ക് സാഹിബ് വന്ന് സ്ഥാപിച്ച സഭയാണ് നമ്മുടെ സഭയെന്ന് പറയുമ്പോൾ, അതേ സഭയിൽ തന്നെയാണ് എല്ലാ ഞായറാഴ്ചകളിലും
12:30 കഴിയുമ്പോൾ കൂട്ടയടി ഉണ്ടാകുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം പന്തളത്ത് കൂട്ടയടിയായിരുന്നു പറഞ്ഞു. പന്തളത്ത് കൂട്ടയടി എന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. പണ്ട് എനിക്കത് മൊത്തം ഓർമ്മ വരുന്നില്ല. ഇടുക്കിയിൽ ഈ മാനസാന്തരപ്പെട്ട ഒരാൾക്ക് ആത്മാവ് കയറിയിട്ട് ഉപദേശി കർത്തൃമേശ ഇങ്ങനെ എടുത്ത് അപ്പം ഇങ്ങനെ വാഴ്ത്തി, അപ്പൊ എതിർ കക്ഷിയിലുള്ള ആള് വന്ന് അപ്പം തട്ടിപ്പറിച്ചോണ്ട്, മാനസാന്തരപ്പെട്ട ഒരാള് വന്നിട്ട് തട്ടിപ്പറിച്ചോണ്ട്. അതേ സഭയിൽ തന്നെ പാഴ്സനേജിലെ കിണറ്റിനകത്ത് കൊണ്ട് ഉപ്പുചാക്കിട്ട ആളുകളും ഉണ്ടെന്ന് നോക്കണം. ഇവരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ ചെന്ന് പറയണം, ഈ അച്ഛൻ്റെയും ശരീരം ഉയർത്തെഴുന്നേൽക്കും, ഈ മൺമയമായത് വിൺമയമായതിനെ പ്രാപിക്കും, ഈ നശ്വരമായത് അനശ്വരമായതിനെ പ്രാപിക്കും, ഇത് സ്വർഗീയമായതിനെ പ്രാപിക്കും. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ ബോഡി ഉയർക്കും. ഈ ബോഡി ഉയർക്കുകയല്ല. കാരണം എന്താ? മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യന്റെയും ഉയർപ്പ് എന്നൊരു വസ്തുത ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടാത്ത ഒരുത്തൻ്റെയും ശരീരം ഇവിടുന്ന് ഉയർക്കുകയില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ ആര് തുടങ്ങിയ സഭയാണ് എന്നുള്ളതല്ല, ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ് എന്നുള്ളതല്ല. ചില ആളുകൾ പറയാറുണ്ട്, സിയോൻ കുന്നിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം. ചില ആളുകൾ പറയാറുണ്ട്, കുമ്പനാട്ടൂടെ പോകുമ്പോൾ അടിക്കുന്നൊരു കാറ്റ്, അല്ലേ? നമ്മുടെ നിവിൻ പോളിയുടെ സിനിമയ്ക്കകത്ത് പറയുന്നത് കൊണ്ട് ആ വടക്കൻ കാറ്റെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാറ്റിങ്ങനെ അടിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ ആ കുന്നിൻ്റെ മുകളിലോട്ട് ചെല്ലുമ്പോൾ മറ്റേ നമ്മുടെ കുളക്കടയിൽ ഒരു കുന്നുണ്ട്, അവിടെ ആയിരുന്നു പണ്ട് ഈ സാധു കൊച്ചുകുഞ്ഞുദിച്ചയൊക്കെ കൺവെൻഷൻ നടത്തിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ വേറൊരിടത്തും ഇല്ലാത്ത എന്തോ ഒരു അനുഭവം ഉണ്ടെന്ന് പറയാം. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാക്കോബിൻ്റെ കിണറിനരികെ വെച്ചാണ് യേശു ശമരിയാക്കാരി സ്ത്രീയെ കാണുന്നത്. ഈ ശമരിയാക്കാരെന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരുടെ ഡിസെൻഡൻസ് ആണ്, പിന്തുടർച്ച അവകാശികളാണ്. പക്ഷെ അവർക്കൊരു പ്രശ്നം സംഭവിച്ചത്, അവര് മറ്റ് ആളുകളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊരു പ്രശ്നമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ മതപരമായ സാംസ്കാരികമായ കുറച്ച് ടെൻഷൻസ് നിൽക്കുന്നുണ്ട്. ഉച്ചയായ സമയത്താണ് ഈ സ്ത്രീ യേശുവിനെ കാണുകയും യേശു ഈ സ്ത്രീയോട് സംസാരിക്കുകയും ചെയ്യും. ഇതത്ര ഒരു അൺയൂഷ്വൽ ടൈമല്ല, ഒരു അൺയൂഷ്വൽ ടൈമാണ്. അത്ര സ്വാഭാവികമായൊരു സമയമല്ല. കാരണം ഭയങ്കര ചൂടുള്ളൊരു സമയമാണ്, ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് ഇവള് ഈ കിണറ്റിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ കാരണം, മറ്റൊരാളും ഇവളെ കാണാൻ പാടില്ല, മറ്റൊരാളും കാണാതെ വെള്ളം കോരിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ഈ കിണറിനരികിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം. നമ്മുടെ സഭയിൽ ഒരാൾ വരുമ്പോൾ അവരുടെ അടിമുടി പരിശോധിക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിനകത്ത് ഫാൻ മേടിച്ചു കൊടുത്തവരുണ്ട്, എ സി മേടിച്ചു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്തവരുണ്ട്, 25 ചാക്ക് സിമെന്റ് മേടിച്ചു കൊടുത്ത ആളുകളുണ്ട്, സഭയുടെ പണിക്ക് വേണ്ടി എല്ലാം ചെയ്ത ആളുകളുണ്ട്, സഭ പണിയാൻ വസ്തു കൊടുത്ത ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരാൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ അടിമുടി പരിശോധിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് സഭകൾ വളരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഒരാൾ കമ്മലിട്ട് വന്നു, മാലയിട്ട് വന്നു, കാലേ കൊലുസുണ്ടായിരുന്നു. നമ്മളിൽ പല ആളുകൾക്ക് ഈ കമ്മൽ കാണുമ്പോഴാണ് നമ്മുടെ വിശുദ്ധി ഇങ്ങനെ കയറി വരുന്നത്, അല്ലെ മാല കാണുമ്പോഴാണ് നമ്മുടെ വിശുദ്ധി കൂടുന്നത്, കൊലുസ് കാണുമ്പോഴാണ് നമ്മുടെ വിശുദ്ധി കൂടുന്നത്. ഒരാൾ നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ കമ്മലിടട്ടെ, മാല ഇടട്ടെ, അവരവിടെ ഇരിക്കട്ടെ, അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ പിന്നെ ഊരട്ടെ. ബൈബിളിൽ ഇല്ലാത്ത ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാർ പറയാത്ത ഉപദേശങ്ങൾ, നമ്മളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ഉപദേശമാക്കി മാറ്റുമ്പോൾ ഞാൻ അതിനെയാണ് ദുരുപദേശം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പിതാക്കന്മാർ ഒന്നും അത്ര നല്ല ആളുകളായിരുന്നില്ല. പണ്ടാരാണ്ട്
പുള്ളിയുടെ പൂർവ്വപിതാവ് ആരാന്നറിയാൻ വേണ്ടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ 1-2 തലമുറയായപ്പോൾ കുഴപ്പമില്ല, 4-ാമത്തെ തലമുറ കാട്ടിന്നൊരുത്തൻ തുണിയില്ലാതെ കയറി വരുന്ന കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു നിർത്തിയേക്കാൻ പറഞ്ഞു. ഭീകരമായ രൂപം പുള്ളി കണ്ടപ്പോൾ പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു കണ്ണിനും യോഗ്യതയില്ലാതെ കിടന്നിരുന്ന, ഒരു സാധ്യതയും ഇല്ലാതെ കിടന്നിരുന്ന, ആരും ഗൗനിക്കാനുള്ള ഒരു ചുറ്റുപാടുമില്ലാതെ കിടന്നിരുന്ന നമ്മളെ തേടി യേശു വന്നെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സും നമുക്കുണ്ടായിരിക്കണം. അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അവളെ അനുവദിച്ചില്ല പട്ടാപ്പകൽ വരാൻ. അവളുടെ വ്യക്തിപരമായ ചരിത്രം അവളെ അനുവദിച്ചില്ല 4 ആള് കൂടുന്ന സമയത്ത് വെട്ടപ്പെടാൻ. യേശു അവളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഉപദേശിമാരാണ് പറയും, മോനെ 2 ആഴ്ചയായിട്ടാ മറ്റേ പുള്ളിക്കാരത്ത് വരുന്നുണ്ടല്ലോ, എവിടെ നിന്നാന്ന് ചോദിച്ച് 10 രൂപ കൊടുത്ത് പറഞ്ഞു വിടാൻ പറയും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചിട്ട് 10 രൂപ കൊടുത്ത് എന്ത് ചെയ്യണം? പറഞ്ഞു വിടാൻ പറയും. എന്നാൽ നമ്മുടെ അരുമനാഥനെ സംബന്ധിച്ച് അരുമനാഥനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്, അല്ലാതെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളല്ല. യേശു അവളോട് സംസാരിക്കുന്നു, സംഭാഷണം യേശു തുടങ്ങുന്നു. യേശു സോഷ്യൽ നോംസിനെ ബ്രേക്ക് ചെയ്യുന്നു. സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മകളെ, സ്ത്രീകളോടുള്ള സമീപനത്തെ, ശമരിയാക്കാരോടുള്ള സമീപനത്തെ യേശു ബ്രേക്ക് ചെയ്യുന്നു. ഹി സ്റ്റാർട്ടഡ് ദ കോൺവെർസേഷൻ ആൻഡ് ഹി ഇനിഷ്യേറ്റഡ് ദ കോൺവെർസേഷൻ. നമ്മൾ കൈ ഉയർത്തി ആരാധിക്കുന്ന, നമ്മൾ ഉള്ളു തുറന്ന് സ്തുതിക്കുന്ന നമ്മുടെ അരുമനാഥനാണ് ഇത്തരം ആളുകളോട് സംസാരിച്ച് തുടങ്ങാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തതെങ്കിൽ നമുക്കും അതിന് കഴിയണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പബ്ലിക്കായി ഒരു സ്ത്രീയോട് സംസാരിക്കാൻ യേശുവിന് യാതൊരു മടിയും തോന്നിയില്ല. ഒരു ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കാൻ യേശുവിന് ഒട്ടുമേ മടി തോന്നിയില്ല. അവിടെ റിലീജിയസ് ഡിഫറൻസസ് ഉണ്ട്, മതപരമായ പ്രശ്നങ്ങളുണ്ട്, സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്. ഇവർ ഇസ്രായേലിയരായിരുന്നു, ഇവര് മറ്റ് ജാതികളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവരോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിലപാട് ഇസ്രായേൽ മക്കളുടെ ഉള്ളിലുണ്ടായിരുന്നു. യേശു പറഞ്ഞത്, ഞാൻ അവളോട് സംസാരിക്കും, എന്നെ ആരും തടയണ്ട, ഞാൻ അവളോട് സംസാരിക്കും എന്നുള്ള കൃത്യമായ സൂചനയാണ് യേശു ഇവിടെ നൽകുന്നത്. യേശു അവളോട് പറയുകയാണ്, ഗീവ് മീ എ ഡ്രിങ്ക്, എനിക്ക് വെള്ളം കുടിക്കാൻ വെള്ളം വേണമെന്ന് യേശു അവളോട് പറയുമ്പോൾ ഈ ഒരു റിക്വസ്റ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടെന്നുള്ളതാണ്. കാരണം ഇത് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാചകമാണ്. യേശു പുറത്തുള്ള ആളുകളോട് ചേർന്ന് സഞ്ചരിക്കാനുള്ള യേശുവിൻ്റെ കൃത്യമായ സൂചനയുടെ വാക്കാണ്. സാധാരണക്കാരൻ്റെ വീട്ടിൽ പോയാൽ ചായ കുടിക്കാത്ത ഉപദേശിമാരുണ്ട്. അവിടുന്ന് ഈ പാത്രത്തിന്റെ കിലുക്കം കേൾക്കുമ്പോഴേ പറയും, സഹോദരി ചായ വേണ്ട, ഞാനിപ്പം കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. യേശുവിനെ സംബന്ധിച്ച് എനിക്ക് കുടിക്കാൻ വെള്ളം വേണം എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മനുഷ്യത്വം മാത്രമല്ല, മറ്റുള്ളവരെ, പുറത്തുള്ളവരെന്ന് സമൂഹം കരുതുന്ന ആളുകളെ അവരോട് ചേർന്ന് സഞ്ചരിക്കാനുള്ള യേശുവിൻ്റെ ഒരു താല്പര്യം കൂടെയാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, ജീവൻ നൽകുന്ന ജീവജലം ഇവൾക്ക് നൽകുവാൻ യേശു ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, അവസാനം ശമരിയാക്കാരി ക്രിസ്തുവിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇവനൊരു പ്രവാചകനെന്ന് അവൾ പറയുകയും പട്ടണത്തിലേക്ക് ഓടിയെന്നാണ് പറയുന്നത്. നമ്മുടെ സഭയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെരയ്ക്കകത്ത് ഒതുങ്ങും. നമ്മൾ പറയും വിശുദ്ധി, വേർപാട്, ആരോടും മിണ്ടാൻ പാടില്ല, ആരോടും സഹകരിക്കാൻ പാടില്ല, ആരുടെയും വീട്ടിൽ പോകാൻ പാടില്ല. നമ്മുടെ സഭയിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ കൂടുതൽ സങ്കുചിതരാക്കി മാറ്റി നമ്മൾ സമൂഹത്തിലെ ഒരു വല്ലാത്ത ആളുകളായി നമ്മൾ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടു എങ്കിൽ യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഉള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞു. അവൾ പട്ടണത്തിലേക്ക് ഓടി യേശു ആരെന്ന് പറയാനുള്ള വലിയ വാഞ്ചയോടുകൂടെയാണ് അവൾ യാത്ര ചെയ്തത്.